നടന്മാരെ സംബന്ധിച്ചിടത്തോളം, സംവിധായകരെ സംബന്ധിച്ചിടത്തോളം, പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ അവാർഡുകൾ യെസ് എൻ്റെ ഷോക്കേസിൽ വെക്കാൻ, എനിക്ക് വാങ്ങിക്കാൻ. ഇന്നെന്ന് പറയുന്നത് തിയേറ്ററിൽ ഓടുന്ന സിനിമകൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ സിനിമ തിയേറ്ററിൽ ഓടട്ടെ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ജയസൂര്യ അത് വിഷമിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു അംഗീകാരം കിട്ടിയില്ലല്ലോ. ഇല്ല ജയന്തി, എന്നെ അതിലൊന്നും ഞാൻ ഒന്നിനും ഒരു നിരാശപ്പെടുന്ന ഒരാളല്ല. എന്തിനും ഒരു റിസൾട്ട് ഉണ്ടല്ലോ അല്ലേ. ഞാൻ ഒന്നിനും ഒരുപാട് പ്രതീക്ഷിക്കാറില്ല, അതാണ് സത്യം. ഇപ്പോൾ ഈ സിനിമ നന്നായിട്ട് ചെയ്തു, അതിന് നാഷണൽ അവാർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടണം, ഇത് 100 ദിവസം ഓടണം, അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. നമുക്കറിയില്ല, ഇത് നമ്മുടെ ശരി മാത്രമാണ്, റിസൾട്ടൊക്കെ പിന്നീടുള്ള കാര്യമാണ്. അത് വരട്ടെ, തിയേറ്ററിൽ ഓടിയാൽ ഭാഗ്യം, ഓടിയില്ലെങ്കിൽ എന്തുകൊണ്ട് ഓടിയില്ല എന്ന് വിശകലനം ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആടൊരു ഭീകരജീവി ഞാൻ ചെയ്യുന്ന അതിന് മുമ്പേ ഞാൻ കഥ പറഞ്ഞ് കേട്ടിരുന്ന സമയത്ത് ഇതിന് പറ്റിയ ആളാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാൻഡ്ര അത് ഞാൻ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല സാൻഡ്ര, എനിക്ക് അയാളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷാജി പാപ്പൻ വീണ്ടും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൻ്റെ രൂപം ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, എടാ കൊമ്പം മീശ, ഇങ്ങനത്തെ ഒരു ഷർട്ട്, ഇങ്ങനത്തെ ഒരു ചുവന്ന മുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടാ അത് ഈ കൊമ്പം മീശയൊക്കെ വെച്ച് ബോറായി പോകും, എനിക്കറിയില്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ഓക്കെ ആണെങ്കിൽ നീ നോക്ക്. അങ്ങനെയാണ് ഷാജി പാപ്പൻ ജനിക്കുന്നത്. അപ്പോൾ ആ തിയേറ്ററിൽ ഫുൾ കോമഡി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡയറക്ടറൊക്കെ പറഞ്ഞു, ചേട്ടാ ഇത് ഓടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ വല്ല നാട് വിട്ടു. കാരണം അങ്ങനെ ഒരു ഹ്യൂമറുള്ള സിനിമയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ സെൻസർ ബോഡിയിൽ നിന്ന് ഭയങ്കര റിപ്പോർട്ട് പറയണു, ചേട്ടാ ചിരിച്ചു മരിച്ചു എന്ന് പറഞ്ഞു അവർ. എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു ഞാൻ എക്സൈറ്റഡ് ആവാറില്ല, എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവം കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, എടാ അത് വിട്, സെൻസർ ബോർഡും വിട്, നമ്മുടെ പ്രിവ്യൂ കണ്ടവരും ചിരിച്ചോട്ടെ, അതൊക്കെ വിട്ടേക്ക്, അതിലൊന്നും നീ എക്സൈറ്റഡ് ആവണ്ട, ഇത് തിയേറ്ററിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷിക്കാം, അത്രേ ഉള്ളൂ. എത്തിച്ചത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണോ? തെറ്റുകളാണ് ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ്, അല്ലെങ്കിൽ മിസ്റ്റേക്സ് എന്ന് പറയുന്നില്ല ഞാൻ, അത് പാഠങ്ങളാണ്. തീർച്ചയായിട്ടും ലേണിംഗ് ഫ്രം ലെസൺ എന്ന് പറയുന്നതാണ്. അതെ. അപ്പോൾ എൻ്റെ സിനിമകൾ പരാജയപ്പെട്ട അനുഭവങ്ങളിൽ നിന്നും ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഗംഭീര റിപ്പോർട്ട് ഈ തവണത്തെ അവാർഡ് നിനക്കാണ്, എന്തൊരു പെർഫോമൻസ് ആണ്, ആ തവണ ഇതൊക്കെ തിയേറ്ററിൽ 100 ദിവസമാണ് എന്ന് പറഞ്ഞ പടം 2 ദിവസമൊക്കെ ഓടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ അകത്ത് എക്സൈറ്റഡ് ആയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അനുഭവം കൊണ്ട് ഇപ്പോൾ ഏത് സിനിമ വന്നാലും ഓക്കെ വരട്ടെ, തിയേറ്ററിൽ വരട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോൾ അത് ഗംഭീരമാണെന്ന് പറഞ്ഞാലും ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ പടം സക്സസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയില്ല. ദൈവമേ ആ പടം നന്നായി, അതവിടെ തീർന്നു, അതും എടുത്ത് തലയിൽ ഞാൻ വയ്ക്കാറില്ല. പിന്നെ അടുത്ത പടം, ഇനി ജനങ്ങളെ എങ്ങനെ അടുത്ത എൻ്റെ ക്യാരക്ടർ എങ്ങനെ നന്നാക്കാം, എങ്ങനെ അടുത്ത സിനിമ നന്നാക്കാം എന്നുള്ള ചിന്ത മാത്രമേ വരാറുള്ളൂ.